ചേറ്റുകുണ്ട് മീത്തൽവീട് തറവാട്ടിൽ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ആരവമുയർന്നു. സമാരംഭം കുറിച്ച് ചൊവ്വാഴ്ച രാവിലെ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിൽ ആയിരങ്ങൾ സംബന്ധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ചൊവ്വാഴ്ച രാവിലെ 9:30-നും 10:30-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ തറവാട്ടിൽ നിന്നുള്ള കന്നിക്കലവറയാണ് ആദ്യം സമർപ്പിച്ചത്. ഇതിനുശേഷം ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി, പൂച്ചക്കാട് തെക്കേക്കര പ്രദേശം, പൂച്ചക്കാട് മൊട്ടാച്ചിറ, പൂച്ചക്കാട് കിഴക്കേക്കര അയ്യപ്പ ഭജന മന്ദിരം, തൊട്ടി കിഴക്കേക്കര അയ്യപ്പ ഭജന മന്ദിരം, പള്ളിക്കര തെക്കേക്കുന്ന് പ്രാദേശിക സമിതി, രാമണേശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം, കീക്കാൻ മഹാമായ ക്ഷേത്ര കന്നഡ സമിതി എന്നിവിടങ്ങളിൽ നിന്ന് മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അന്നദാനം ഒരുക്കാനുള്ള വിഭവങ്ങളുമായി ഘോഷയാത്രകൾ തറവാട്ടിലെത്തി. ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തറവാടിന് തൊട്ടടുത്തുള്ള പാടത്തിൽ നിന്ന് മാതൃസമിതിയും പ്രാദേശിക സമിതിയും ചേർന്ന് വിളയിച്ചെടുത്ത വിഷരഹിത പച്ചക്കറിക്ക് പുറമെയാണിത്. പ്രായലിംഗ ഭേദമന്യേയുള്ള നൂറുകണക്കിന് ആളുകൾ അണിനിരന്നുള്ള ഘോഷയാത്രകൾ എത്തിച്ചേർന്നതോടെ തറവാട് സന്നിധി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. നാരായണൻ മണിയാണിയും സഹായിയായ മണികണ്ഠൻ ഉദുമയുമാണ് കലവറയുടെ സൂക്ഷിപ്പുകാർ. തെയ്യംകെട്ട് മഹോത്സവം കാണാനെത്തുന്ന ആയിരങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പണമെന്നതാണ് ചട്ടം. ഇതിനായി വിശാലമായ അടുക്കളയും ഭക്ഷണശാലയും സജ്ജമായി കഴിഞ്ഞെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവം കാണാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് കലവറ നിറയ്ക്കുന്ന ദിനം മുതൽ അവസാന ദിവസം വരെ രാപ്പകൽ ഭേദമില്ലാതെ ഭക്ഷണം വിളമ്പും. ഉത്സവത്തിൻ്റെ 2ാം ദിനമായ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും തുടർന്ന് ദണ്ഡ്യങ്ങാനത്ത് ഭഗവതിയുടെയും പുറപ്പാട് നടക്കും. ഉച്ചയ്ക്ക് ഗുളികൻ തെയ്യം, വൈകുന്നേരം 4 മണിക്ക് കാർന്നോം തെയ്യങ്ങളുടെയും 6 മണിക്ക് കോരച്ചൻ തെയ്യത്തിൻ്റെയും വെള്ളാട്ടങ്ങൾ അരങ്ങിലെത്തും. 9 മണിക്കാണ് കടലാർക്കേളം തെയ്യത്തിൻ്റെ വെള്ളാട്ടവും ഭക്തി ആവേശം വാനോളമുയർത്തുന്ന വപ്പിടൽ ചടങ്ങും. ശേഷം 11 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങലും തുടർന്ന് വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടവും. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ കാർന്നോം തെയ്യങ്ങളുടെയും കോരച്ചൻ തെയ്യത്തിൻ്റെയും കടലാർക്കേളം തെയ്യത്തിൻ്റെയും പുറപ്പാടുകൾ നടക്കും. വൈകുന്നേരം 4 മണിയോടെയാണ് കുലപൂർവികനായ വയനാട്ടുകുലവൻ്റെ പുറപ്പാടും പരമപ്രധാനമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങും. സന്ധ്യയോടെ വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തും. രാത്രി മറപിളർന്ന് വിളക്കിലരിയും കൈവീതം കടിച്ച് തെയ്യംകെട്ടിന് പരിസമാപനം കുറിക്കും. ഈ പ്രാദേശിക പരിധിയിൽ തന്നെ ആദ്യമായി നടക്കുന്ന തെയ്യംകെട്ട്
എല്ലാ തരത്തിലും മാതൃകാപരമാക്കാൻ ആഘോഷ കമ്മിറ്റിയും തറവാട് കമ്മിറ്റിയും മാതൃസമിതിയും ഒപ്പം നാട്ടുകൂട്ടായ്മകളും സദാസമയവും നഗരിയിൽ കർമ്മനിരതരാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞെന്നും പോലീസ് വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ഉത്സവം കൊണ്ടാടുകയെന്നും അറിയിച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ഇക്കാര്യങ്ങളിൽ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.